എല്ലാ സ്നേഹിതർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം. ഇപ്പോൾ പശ്ചിമേഷ്യയിൽ യുദ്ധങ്ങൾ അതുപോലെ തന്നെ യുദ്ധസന്നാഹങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. പാലസ്തീൻ, ഇസ്രായേൽ ഈ രണ്ട് രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്യോന്യം ഒരു പോരാട്ടത്തിലാണ്. നമുക്കറിയാം, ഇസ്രായേൽ നിരവധി വർഷങ്ങളായി അന്യരാജ്യങ്ങളുമായി യുദ്ധത്തിൽ ഏർപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലിനോട് നിരവധി രാജ്യങ്ങൾ യുദ്ധത്തിന് വരികയും ഇസ്രായേൽ അവരോട് പോരാടി പലപ്പോഴും വിജയത്തിലെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നമുക്കറിയാം, ഇസ്രായേലിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്, ഇസ്രായേലിയ ജനം ഈ പാലസ്തീൻ മണ്ണിൽ നിന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മറ്റ് യുദ്ധഭീഷണി മൂലം അവരെ അവിടുന്ന് തുരത്തുകയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുടിയേറി പാർക്കുകയും ചെയ്തു. എന്നാൽ 1948 വീണ്ടും അവർ ഇസ്രായേലിൽ വന്ന് അവരുടെ സ്വന്തം രാജ്യത്ത് താമസം ആരംഭിക്കുകയും പല നിലകളിൽ ലോകത്തിൻ്റെ തന്നെ ഉന്നതിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന സാങ്കേതിക വിദ്യയിലും മറ്റ് പലവിധമായ കൃഷി, ഇങ്ങനെയുള്ള എല്ലാവിധമായ മുന്നേറ്റത്തിന് വളരെ ജ്ഞാനവും കഴിവുമുള്ള വ്യക്തിത്വങ്ങളാണ് ഇസ്രായേലി ജനത എന്നുള്ളത് ലോകത്തിൻ്റെ മുമ്പിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. എന്നാൽ എന്താണ് ഈ യഹൂദ ജനത്തോട് ഇത്രമാത്രം വൈരാഗ്യം മറ്റ് വ്യക്തികൾക്കുണ്ടാകുവാനുള്ള കാരണം? ഇത് പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ വില്ലൻ എന്ന് പറയുന്നത് പാലസ്തീനോ അല്ലെങ്കിൽ മറ്റ് ലബനോനോ മറ്റ് മുസ്ലിം രാജ്യങ്ങളോ ഹിന്ദു രാജ്യങ്ങളോ ഒന്നും തന്നെയല്ല. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വില്ലൻ എന്ന് പറയുന്നത് സാത്താൻ എന്ന വ്യക്തിത്വമാണ്. മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ മനുഷ്യനിലേക്ക് പാപം വിതയ്ക്കുകയും മനുഷ്യനെ പാപത്തിൽ വീഴ്ത്തുകയും ചെയ്ത സാത്താൻ ആദ്യം മുതൽ തന്നെ അന്യോന്യം മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന അവൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് അവനെ പഴയ പാമ്പെന്നും അതുപോലെ തന്നെ പിശാച് അല്ലെങ്കിൽ അങ്ങനെ പാപത്തിൻ്റെ അപ്പൻ എന്നൊക്കെയുള്ള വിവിധ പേരുകൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പത്തി 14:8 സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും എന്ന് നമ്മൾ വായിക്കുന്നു. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, അതായത് പാപത്തിൽ മനുഷ്യൻ ജന്മമെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സർപ്പത്തിൻ്റെ സന്തതി എന്നാണ് പാപത്തിൽ ജനിക്കുന്ന മനുഷ്യരെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ ഉള്ള ഈ പറയുന്ന പാപത്തിൻ്റെ പിതാവായിരിക്കുന്ന ഈ സാത്താനെ സ്ത്രീയുടെ സന്തതിയായി ജനിക്കുന്ന യേശു ക്രിസ്തു തകർക്കും എന്നുള്ള പ്രവചനമാണ് നമുക്കവിടെ കാണുവാനായിട്ടുള്ളത്. എന്നാൽ സകല മനുഷ്യരുടെയും പാപ പരിഹാരത്തിനായി യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വരികയും കുരിശിലെ യാഗബലി മൂലം പാപപരിഹാര നിവൃത്തി വരുത്തുകയും മനുഷ്യരെ ദൈവരാജ്യത്തിന് അംഗങ്ങളാക്കി വിശ്വാസത്താൽ വരുന്നവരെ സ്വീകരിക്കുകയും ചെയ്യുന്ന മാർഗവുമായിട്ടാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. എന്നാൽ സാത്താൻ എന്തു ചെയ്തു? യേശുക്രിസ്തുവിനെ ആ ക്രൂശീകരണത്തിന് വേണ്ടിയുള്ള എല്ലാവിധമായ പദ്ധതികളും ഒരുക്കുകയും ക്രൂശിലെ മരണത്തോടുകൂടി യേശുക്രിസ്തു പിന്നീട് ഉയർത്തെഴുന്നേൽക്കുകയില്ല, യേശുക്രിസ്തുവിൻ്റെ കഥ കഴിഞ്ഞു എന്നുള്ള ആ വലിയ ദുഷ്ചിന്തയോടുകൂടെ പ്രവർത്തിച്ചുവെങ്കിലും യേശുക്രിസ്തു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതോടുകൂടി ആ സാത്താൻ്റെ തല തകർക്കപ്പെട്ടു എന്ന് കാണുവാൻ സാധിക്കും. ഞാനിത് ഓർപ്പിച്ചതിൻ്റെ കാര്യം, മനുഷ്യരുടെ ഇടയിൽ പല വിധത്തിൽ പാപത്തിൻ്റെ വിത്തുകൾ വിതച്ച് വൈരാഗ്യബുദ്ധിയും അതുപോലെ തന്നെ യുദ്ധങ്ങളും ഇതെല്ലാം മനുഷ്യരുടെ ഇടയിൽ അന്യോന്യം കൊണ്ടുവരുന്നത് ഈ പൈശാചിക ബുദ്ധിയാണ്. നമ്മൾ പലപ്പോഴും ഹമാസിനെ കുറ്റം പറയും, ഹിസ്ബുള്ളയെ കുറ്റം പറയും, മറ്റ് രാഷ്ട്രീയ നേതാക്കളെയൊക്കെ കുറ്റം പറയുമ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ദുഷ്ടശക്തിയായ സാത്താനെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ചിന്തിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. യഹൂദജാതിയുടെ ചരിത്രം തന്നെ രേഖപ്പെടുത്തുന്നത് ബൈബിളിലൂടെയാണ്. ആദ്യം തന്നെ യഹൂദജാതിയിൽ തന്നെ അന്യോന്യം പിണക്കങ്ങളും പാപത്തിൻ്റെ പ്രവൃത്തികളും എല്ലാം കൊണ്ടുവന്നതിന് ശേഷം അവരെ വീണ്ടും യുദ്ധത്തിലേക്ക് തള്ളിയിടുന്നതിന് ഈ സാത്താന്യ ബുദ്ധി ഉപയോഗപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ദൈവം യഹൂദജാതിയോട് കൂടെ നിൽക്കുകയും ദൈവം യുദ്ധങ്ങളുടെ യുദ്ധവീരനായ ദൈവം എന്നാണ് ഇസ്രായേൽ മക്കൾക്ക്
കൊടുത്തിരിക്കുന്ന ദൈവത്തിൻ്റെ നാമം. അതുപോലെ സൈന്യങ്ങളുടെ യഹോവയായ ദൈവം. ഈ ദൈവം അവർക്കെപ്പോഴും തുണയും അവരെ നടത്തുകയും ചെയ്യുന്ന ആ ദൈവിക ശക്തിക്ക് മുമ്പിൽ മുന്നോട്ട് പോകുന്ന ഒരു ജനതയാണ് ഇസ്രായേൽ ജനം എന്നുള്ളത്. അവർക്ക് യുദ്ധങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയ ചട്ടങ്ങളും പ്രമാണങ്ങളുമെല്ലാം അവർക്ക് കൊടുത്തിരുന്നു എന്നുള്ളതാണ്. നമ്മൾ പഴയ നിയമ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ആവർത്തന പുസ്തകം, അതുപോലെ തന്നെ സംഖ്യാ പുസ്തകം, പ്രവാചകന്മാരുടെ പുസ്തകം, യെശയ്യാ, യിരെമ്യാവ്, യെഹെസ്കേൽ, ഇങ്ങനെയുള്ള പ്രവചന പുസ്തകങ്ങളിലെല്ലാം യുദ്ധങ്ങളെക്കുറിച്ചുള്ള ധാരാളം വിവരണങ്ങളുണ്ട്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അതേപ്പറ്റിയുള്ള വിശദമായ കാര്യങ്ങൾ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. ഈ യുദ്ധങ്ങളെല്ലാം അവർ യഹോവയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം ദൈവത്തിൽ നിന്ന് ബലവും ശക്തിയും ലഭിച്ച് കൃത്യമായ ആലോചനയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകണം എന്നുള്ള വ്യവസ്ഥയിലാണ് ഈ ഇസ്രായേൽ ജനം എപ്പോഴും യുദ്ധത്തിന് പുറപ്പെടുന്നത്. എന്നാൽ ചില ഘട്ടങ്ങളിൽ യഹോവയുടെ വാക്ക് കേൾക്കാതെയും അനുസരണം ദൈവത്തിൽ നിന്നുള്ള അവരുടെ പ്രവാചകന്മാരുടെ വാക്കുകൾ കേൾക്കാതെയും അവർ പുറപ്പെട്ടിട്ടുള്ള സമയങ്ങളിലെല്ലാം വലിയ തോൽവിയും പരാജയവുമൊക്കെ അവർക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിലും ഈ പൈശാചിക തന്ത്രങ്ങൾ ഉപയോഗിക്കപ്പെടുകയും ദൈവത്തിൽ നിന്ന് അവർ വിശ്വാസം വിട്ട് വിഗ്രഹങ്ങളെ സേവിക്കുകയും അതുപോലെ തന്നെ അന്യജാതികളോട് സമ്മിശ്രമായി ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ള അനേക കാര്യങ്ങൾ ചേരുകയുമൊക്കെ ചെയ്തതിൻ്റെ ഫലമായി യഹൂദജാതിക്കും ദൈവത്തിൽ നിന്ന് നിരവധി ശിക്ഷകൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. പലപ്പോഴും ഇവർ അടിമകളായി മിസ്രൈമിലേക്കും അതുപോലെ ബാബേലിലുമൊക്കെ പോയി അവർക്ക് അവിടെ അടിമകളായി കഴിയേണ്ടി വന്നതിൻ്റെ സാഹചര്യം അവരുടെ ഭാഗത്തു നിന്നുള്ള കുറവുകളുടെയും അവർക്ക് ദൈവം ഏർപ്പെടുത്തിയ ശിക്ഷകളുടെയും ഭാഗമായിട്ടാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാലും ഈ ജാതിക്ക് മേൽ ദൈവത്തിൻ്റെ ഒരു വലിയ വാഗ്ദത്തമുണ്ട്. അവരെ ഉന്മൂലനാശം ചെയ്യുകയില്ല എന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് കൊണ്ട് അവരെ ഏത് ലോകത്തിൻ്റെ എവിടെ ചിതറിപ്പോയാലും വീണ്ടും ദൈവത്തിൻ്റെ സഹായവും കരുണയും അവരുടെ മേൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്ന സമയത്ത് യേശുക്രിസ്തു യൂദാഗോത്രത്തിൽ പിറന്ന് ലോകത്തിലേക്ക് വന്നപ്പോൾ തന്നെ ഈ യൂദന്മാരുൾപ്പെടെയുള്ള ആളുകൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് മുൻപന്തിയിൽ അവരെ നിൽക്കുകയും അവർ മശിഹ അല്ല എന്ന് യേശുവിനെ തള്ളിപ്പറയുകയും ചെയ്തു. ആ വിധത്തിൽ വലിയൊരു ദൈവിക കോപം ദൈവത്തിൻ്റെ അവരുടെ മേലൊരു വിരോധമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഫലമായി ഈ ജാതി ചിതറിക്കപ്പെടുകയുണ്ടായി. അങ്ങനെ ചിതറിക്കപ്പെട്ടു പോയ ഈ യഹൂദ ജനത്തെ വീണ്ടും ദൈവം 1948 മടക്കിക്കൊണ്ടുവരികയും അവർ ആ രാജ്യം ഇപ്പോൾ മുന്നോട്ട് പുനഃസ്ഥാപിച്ച് പലവിധമായ ഡെവലപ്മെൻറ്റിലൂടെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ പലവിധമായ യുദ്ധങ്ങൾ ഇപ്പോൾ ഈ 75-76 കൊല്ലത്തിനകത്ത് നടന്നു കഴിഞ്ഞു. ഇപ്പോഴും അവർ വളരെ തീവ്രമായ യുദ്ധത്തിൻ്റെ ഭീതിയിലാണെങ്കിലും അവർ ദൈവത്തിൽ ആശ്രയിച്ച് യഹോവയാണ് അവരെ നടത്തുന്നതിനുള്ള ആ വിശ്വാസവും പ്രത്യാശയുമായി മുന്നോട്ട് പോകുകയാണ്. എന്നാൽ പിശാച് ഇനിയും ചെയ്യാൻ പോകുന്ന പലവിധമായ തന്ത്രങ്ങളുണ്ട്. നമ്മൾ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ വായിക്കുന്നു, സമുദ്രത്തിൽ നിന്നും 10 തലയുള്ള വലിയൊരു മൃഗം കയറി വരുന്നു എന്ന്. ഈ മൃഗത്തെ പറ്റി പറയുമ്പോൾ 10 തലകൾ എന്ന് പറയുന്നത് 10 രാഷ്ട്രങ്ങളെയാണ് അവിടെ മനസ്സിലാക്കുന്നത്. ഈ 10 രാഷ്ട്രങ്ങളിൽ നിന്നും വരുന്ന ഈ മൃഗം എന്ന് പറയുന്നത് അതിനെ എതിർ ക്രിസ്തു അല്ലെങ്കിൽ അന്തിക്രിസ്തു എന്നാണ് പറയുന്നത്. ഈ അന്തിക്രിസ്തു എന്ത് ചെയ്യും? ലോകത്തിലുള്ള 10 രാജ്യങ്ങളെ ഒരു സഖ്യത്തിൽ കൊണ്ടുവന്നിട്ട് അവൻ ഈ അന്തിക്രിസ്തു അതിൻ്റെ നേതാവായിരുന്നത് കൊണ്ട് 2 പക്ഷങ്ങളായി തീർന്ന് കിഴക്കൻ രാജ്യങ്ങളും പടിഞ്ഞാറൻ രാജ്യങ്ങളും 2 സഖ്യകക്ഷികളായി മാറുകയും ചെയ്യും. ആ സഖ്യകക്ഷികളിൽ ആരൊക്കെ വരും എന്ന് കൃത്യമായി ബൈബിളിൽ പറഞ്ഞിട്ടില്ല. എങ്കിലും അത് പടിഞ്ഞാറൻ ശക്തിയും കിഴക്കൻ ശക്തിയും ആയിരിക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നുണ്ട്. നമുക്കറിയാം, യുദ്ധത്തിൽ ഓരോ സമയത്തും ഇപ്പോൾ ശത്രുക്കളായിരിക്കുന്നവർ കുറച്ചു നാൾ കഴിഞ്ഞ് മിത്രങ്ങളായി മാറാം. ഇസ്രായേലിനോട് പലപ്പോഴും ചേർന്ന് നിന്നിട്ടുള്ള പല രാജ്യങ്ങളും ഇന്ന് ശത്രുപക്ഷത്തും, അതുപോലെ തന്നെ ശത്രുപക്ഷത്ത് നിൽക്കുന്നവർ ഇന്ന് അവരോട് ചേർന്ന് നിൽക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഈ പിശാചിൻ്റെ തന്ത്രമെന്ന് പറയുന്നത് ഈ രാജ്യങ്ങളെയും നേതാക്കന്മാരെയും ഏത് സമയത്ത് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വഴിതെറ്റിക്കുവാനും പിന്മാറുവാനും കാല് വാരി അങ്ങനെ അവരുടെ ഗതി മാറ്റി കൊണ്ടുപോകുവാനുള്ള എല്ലാവിധമായ പ്രയോഗങ്ങളും പിശാചിന് ചെയ്യുവാനായിട്ട് സാധിക്കും. എന്നാൽ
അവസാന കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ദൈവസഭ യേശുക്രിസ്തു മുഖാന്തരം വീണ്ടെടുക്കപ്പെട്ട, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, നിത്യജീവൻ ലഭിച്ച വ്യക്തികളെ ചേർക്കപ്പെടുകയും അവർ യേശുക്രിസ്തുവിനോട് കൂടെ മധ്യാകാശത്തിൽ ആയിരിക്കുകയും ചെയ്യും. ആ സമയത്ത് ഇവിടെ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം മാറിപ്പോകുകയും ഈ അധർമ്മമൂർത്തിയായ അന്തിക്രിസ്തു വെളിപ്പെടുകയും അന്തിക്രിസ്തുവിൻ്റെ ക്രൂരമായ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. ഈ സമയത്ത് അന്തിക്രിസ്തു എന്തു ചെയ്യും? ലോകജാതികളെ എല്ലാവരെയും ചേർത്തിട്ട് ഈ യഹൂദ ജാതിയുമായി ഒരു സഖ്യമുണ്ടാക്കും. കാലാകാലങ്ങളായി യഹൂദ ജാതിയുമായി വളരെ അകന്ന് പോരാട്ടം നടത്തിക്കൊണ്ടിരുന്ന ജനത എല്ലാവരും ഒരു ഫായി എന്നുള്ള നിലയിലേക്ക് വരികയും ഏതാണ്ട് 3.5 വർഷം ആ സഖ്യത തുടരുകയും ചെയ്യും. ഈ കാലയളവിൽ യഹൂദൻ കാത്തിരുന്ന യഹൂദിൻ്റെ ആലയം പണിയുകയും ആലയത്തിൽ യാഗമർപ്പിച്ച് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുമ്പോൾ അന്തിക്രിസ്തു അവൻ്റെ സ്വഭാവത്തിലേക്ക് വരും. അവനൊരു അധർമ്മമൂർത്തി എന്നുള്ള നിലയിൽ സകലവിധമായ അധർമ്മം പ്രവർത്തിക്കുകയും ഈ ദേവാലയത്തിൽ കൊണ്ട് പന്നി മുതലായ മൃഗങ്ങളെ യാഗം കഴിക്കുകയും സകലവിധമായ മ്ലേച്ഛത കൊണ്ടുവരികയും അവൻ തന്നെ ഒരു ദൈവമാണെന്നും അവനെ എല്ലാവരും വണങ്ങണം എന്നുള്ള പ്രഖ്യാപനമുണ്ടാകുകയും ചെയ്യും. മാത്രമല്ല, ഈ അന്തിക്രിസ്തുവിൻ്റെ ഭരണകാലത്ത് നമ്മൾ വെളിപ്പാട് പുസ്തകം അത് 13 തന്നെ വായിക്കുന്നുണ്ട്. ഈ മൃഗമാണ്, മൃഗത്തിൻ്റെ മുദ്ര 666 ഈ മുദ്ര ഉപയോഗിക്കാതെ ആർക്കും വിൽക്കുവാനോ വാങ്ങുവാനോ ഒരു ഇടപാടും നടത്തുവാൻ കഴിയുകയില്ല. നമ്മളിപ്പോൾ ആധാർ കാർഡ് ഉപയോഗിക്കുന്നത് പോലെ നെറ്റിയിലും കൈത്തണ്ടയിലും ഈ മൈക്രോ ചിപ്പുകൾ അത് പതിപ്പിച്ചിട്ട് ആ മൈക്രോ ചിപ്പ് വഴി ഓരോ മനുഷ്യനെയും ഒരു കേന്ദ്രത്തിലിരുന്ന് നിയന്ത്രിക്കുവാനുള്ള എല്ലാ സംവിധാനങ്ങളും അപ്പോഴുണ്ടായിരിക്കും. സ്വതന്ത്രമായ ഒരു മനുഷ്യന് സഞ്ചരിക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യം ലഭിക്കുകയില്ല. എന്നാൽ യഹൂദ ജനം ഇത് മനസ്സിലാക്കുകയും അന്തിക്രിസ്തുവിനോട് വിഘടിക്കുകയും അവരെന്ത് ചെയ്യും? അവർ ഈ കള്ളപ്രവാചകനെയും അന്തിക്രിസ്തുവിനെയും നേരെ വലിയ യുദ്ധം ആരംഭിക്കുകയും ചെയ്യും. അങ്ങനെ ബഹുജാതികളോട് യുദ്ധം ചെയ്യുന്ന യഹൂദജാതി ഏതാണ്ട് 2/3 ഭാഗം മരിക്കുകയും അവരുടെ രക്തം പുഴയായി ഒഴുകുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? അവർ വീണ്ടും യഹോവയായ ദൈവത്തിലേക്ക് നോക്കും. കുത്തിയ യേശുക്രിസ്തുവിലേക്ക് അവർ നോക്കി മാനസാന്തരപ്പെട്ട് അവരെന്ത് ചെയ്യും? അപ്പോൾ യേശുക്രിസ്തു അവരുടെ നിലവിളി കേട്ട് ഇറങ്ങി വരികയും അവരെ രക്ഷിക്കുകയും അർമദോൻ യുദ്ധം എന്ന് പറയുന്ന ഒരു യുദ്ധം ക്രിസ്തു നയിക്കുകയും ചെയ്യും. ആ യുദ്ധത്തിൽ യഹൂദൻ എല്ലാവരും വീണ്ടെടുക്കപ്പെടും. അതോടുകൂടി യുദ്ധത്തിൻ്റെ ഏതാണ്ട് പര്യവസാനം ആകുകയും ചെയ്യും. പിന്നീട് 1000 വർഷം ഈ ദൈവജന യേശുക്രിസ്തുവിനോട് കൂടെയുള്ള ജനവും അപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന യഹൂദ ജാതിയും അതുപോലെ തന്നെ മൺമറഞ്ഞു പോയിട്ടുള്ള വിശുദ്ധന്മാരുമൊക്കെ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് ഓരോ ഘട്ടങ്ങളായി വരികയും 1000 ആണ്ട് അവർ ഇവിടെ ഈ ഭൂമിയിൽ ഭരണം നടത്തുകയും ചെയ്യും. അപ്പോൾ മരണമോ യുദ്ധമോ യാതൊരു വിധമായ പ്രതികൂല സാഹചര്യങ്ങളോ അവിടെ ഉണ്ടായിരിക്കുകയില്ല. അതിനുശേഷം അവസാനമായി ഈ പൂട്ടിയിട്ടിരിക്കുന്ന കള്ളപ്രവാചകനെയും അന്തിക്രിസ്തുവിനെയും അല്പനാളെ തുറന്നു വിടുകയും വീണ്ടും അവൻ വലിയ നാശവുമായി ഉപദ്രവമായി വരുമ്പോൾ എന്നേക്കുമായി അന്തിക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും ഈ നരകത്തിലേക്ക്, തീക്കടലിലേക്ക്, തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും എന്നുള്ള പ്രവചനം നിവൃത്തിയാക്കിക്കൊണ്ട് ഈ ഭൂമിയിലുള്ള സകലവിധമായ അധർമ്മത്തെയും നശിപ്പിക്കും എന്നാണ് ബൈബിൾ വ്യക്തമാക്കുന്നത്. ഇതേപ്പറ്റി ധാരാളമായ വിശദീകരണങ്ങൾ നൽകുവാനുണ്ട്. നിങ്ങൾ അടുത്ത വീഡിയോകൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു.